ആക്ച്വലി ഇതിൻ്റെ പിന്നിൽ ഒരു ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിച്ചപ്പോഴാണ് നമ്മൾ ഹിസ്റ്ററി അന്വേഷിച്ച് പോയത്. അത് വേറെ കാര്യം. കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ് നീ പറഞ്ഞു കേൾക്കുന്നത്. നമുക്കത് കഴിക്കാം. പിന്നെ ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ കുറച്ചൊരു ഹാർഡ് വൈനൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അധികം സ്വീറ്റ് ഇല്ലാത്ത വൈനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നൈസായിരിക്കും. ജാനകി, ഗോവയിലെ നമ്മൾ ഗോവ കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ എന്താ? ഫെനി എന്നല്ലേ? അപ്പം അതേപോലെ തന്നെ ഗോവയുടെ ഒരു എന്താ ഡെസേർട്ടാണ് അല്ലെങ്കിൽ സ്വീറ്റാണ് ഈ സാധനം. ബെബിൻക എന്ന് പറയും. ഇത് ഗോവയിൽ വന്ന് ഇത് കഴിച്ചിരിക്കണം. ഇത് വൻ സംഭവമൊക്കെയാണ്. ഇതിൻ്റെ പിന്നിൽ വൻ ഹിസ്റ്ററി ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അടിപൊളി സാധനമാണ്. അതായത് ഇങ്ങനെ ലെയർ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി സ്വീറ്റാണ്. കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ് നീ പറഞ്ഞു കേൾക്കുന്നത്. നമുക്കത് കഴിക്കാം. ഹായ്. അപ്പോൾ ബീച്ചിലെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് ജാനകി ഇവിടെ വന്നിട്ട് ഇവിടുത്തെ എല്ലാ ഐറ്റത്തിനെ കുറിച്ചും എല്ലാ എന്താ പറയുക ഫുഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ ഒരുവിധം എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഗോവയിൽ നമ്മൾ ഗോവ എന്ന് കേൾക്കുമ്പോഴത്തേക്കും പൊതുവെ എല്ലാവരും ചോദിക്കുക ഫെനി കൊണ്ടുവന്നോന്നായിരിക്കും ചോദിക്കാം. ഫെനി പോലെ തന്നെ ഗോവൻ സ്വീറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ഉണ്ട്, ബെബിൻക എന്നുണ്ട്. ഇതാണ് സംഭവം, ബെബിൻക. അപ്പോൾ ഈ ബെബിൻക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ലെയർ ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പം നമുക്കിതിങ്ങനെ മുറിച്ചിട്ട് ഒന്നിച്ചും വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ പിള്ളേരൊക്കെ ചെയ്യൂലേ ഇങ്ങനെ ഓരോ പീസ് എടുത്ത് മറ്റേ ക്രീം ബിസ്ക്കറ്റിൻ്റെ 2 പോർഷൻ എടുത്തിട്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് പിന്നെ കഴിച്ചിട്ട് കഴിക്കുന്ന അതേ അവസ്ഥയിലൊക്കെ കഴിക്കാം. ഇത് ശരിക്കും പറഞ്ഞൊരു ഇങ്ങനെ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന ഒരു ഹലുവ പോലത്തെ അതൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ആക്ച്വലി ഇതിൻ്റെ പിന്നിൽ ഒരു ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിച്ചപ്പോഴാണ് നമ്മൾ ഹിസ്റ്ററി അന്വേഷിച്ച് പോയത്. അത് വേറെ കാര്യം. ബെബിന അങ്ങനെ എന്തോ ആ പേരുള്ള ഒരു സിസ്റ്റർ കണ്ടുപിടിച്ചൊരു സ്വീറ്റ് ആയതുകൊണ്ടാണ് ഇതിന് ബെബിൻക എന്ന പേര് വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 17-ാം നൂറ്റാണ്ടിൽ നമ്മുടെ പോർച്ചുഗീസ് ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന നൺസ് അവരുടെ എഗ് വൈറ്റില്ലേ ഫോർ ബ്ലീച്ച് ദെയർ ഹാബിറ്റ്സ് അവർ എഗ് വൈറ്റ് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത്? ഇതിൻ്റെ അകത്ത് ഇപ്പോൾ മുട്ടയുടെ മഞ്ഞ, പിന്നെ കോക്കനട്ട് മിൽക്ക്, പിന്നെ മൈദ, ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണേന്നാണ് എൻ്റെ ഒരു അറിവ്. നമുക്ക് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കാമല്ലേ, നാട്ടിൽ പോയിട്ട്. ഇപ്പോൾ തൽക്കാലം ഇത് കഴിച്ചു നോക്കാം. ഇത് കട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു പ്രത്യേക രീതി ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെയേഴ്സ് പോവാതെ കറക്റ്റായിട്ട് കട്ട് ചെയ്യണം, എന്നിട്ട് എടുത്ത് കഴിക്കണം എന്നൊക്കെയാണ്. ഇതിപ്പോൾ അറിയപ്പെടുന്ന പോലും ഗോവൻ സ്വീറ്റ്സ് എന്നും ക്യൂൻ ഓഫ് സ്വീറ്റ്സ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ അത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ബിക്കോസ് പ്രൊപ്പർലി നോൺ ആസ് ക്യൂൻ ഓഫ് ഗോവൻ സ്വീറ്റ്സ് എന്നൊക്കെ പറയാം. സംഭവം എന്താണെന്നറിയോ? ഒന്നുമല്ല, ഇപ്പോൾ നമുക്കറിയാലോ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ പോസിബിൾ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ മനുഷ്യരുടെ വീട്ടിലും ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ഒരുത്തിനെങ്കിലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എഗ് വൈറ്റ് ആയിരിക്കും കഴിക്കുന്നത്. ഓഫ്കോഴ്സ് ഈ എഗ്ഗിൻ്റെ യെല്ലോ ഒക്കെ ബാക്കിയുണ്ടാവും. അപ്പോൾ അത് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഇതിൻ്റെ റെസിപ്പി കൂടെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒന്നുമില്ല, പണ്ടത്തെ കാലത്ത് അവരത് ഈ പറഞ്ഞ പോലെ എഗ് വൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് ഈ സാധനം ബാക്കി വന്നു കുറേ ആകുമ്പോഴത്തേക്കും ഓഫ്കോഴ്സ് നമ്മൾ വിചാരിക്കില്ല ഇത് എന്തെങ്കിലും ചെയ്യണമല്ലോ, ഇത്രയൊക്കെ കളയാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ്. അപ്പോൾ പിന്നെ കാലാകാലങ്ങളായിട്ട് ഇതിങ്ങനെ ചെയ്തു വന്ന് പിന്നെ കുറേ ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇത് വിൽക്കണം. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊരു സാധനം ആവശ്യത്തിൽ കൂടുതലൊന്നും എന്ത് ചെയ്യും? അടുത്ത വീട്ടിൽ കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ അത് അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ അത് സെയിൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇത് ഇവിടുത്തെ ഒരു സംഭവമായിട്ട് അറിയപ്പെട്ടു. ഇത് ആക്ച്വലി നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. ഇവിടുത്തെ സ്വീറ്റ്സ് അങ്ങനത്തെ വൈൻ സ്വീറ്റ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട്. ഇവിടെ പിന്നെ മുട്ടിന് പെട്ടിക്കട പോലെ എന്താ പറയുക അറിയാമല്ലോ, ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന കടകളാണ്. പക്ഷേ സ്വീറ്റും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള കടകളിൽ ഈ സാധനം കിട്ടും. ഗോവൻ സ്പെഷ്യാലിറ്റി ബെബിൻക എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യസ് ഫസ്റ്റ് പാക്ക് ബെബിൻക എന്തൊക്കെ കുറച്ച് സാധനങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. 170 രൂപയേ ഉള്ളൂ ആകെ ഇതിന്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് എന്താ പറയുക, ഫൈബർ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പ്രോട്ടീനുണ്ട്, ഫാറ്റ് ഉണ്ട്, ന്യൂട്രീഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ സംഗതി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അട്ടി ഇടുക എന്ന് പറയില്ലേ, ഒരു 10 തൊട്ട് 16 അട്ടി വരെ ഇടാൻ പറ്റും. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. അത് ലെയർ അതാണ് ആ ഉദ്ദേശിച്ചത്. അപ്പം ഇത് ഉണ്ടാക്കുമ്പോൾ എൻ്റെ കാരണം ഗോവയിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് പോയി മേടിച്ചുകൊണ്ട് കൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. അത് ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ ഇത് കുഴപ്പമില്ല, ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇത് സ്വീറ്റ് ആയതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല.
അത് ഈ പറഞ്ഞ പോലെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടവും. പ്രത്യേകിച്ച് ഇതിങ്ങനെ വായിലിട്ട് അലിഞ്ഞ് പോകുന്ന ടേസ്റ്റാണ്, നല്ല രസമാണ്. ഈ എന്താ പറയുക, നമ്മുടെ ഇതുണ്ടല്ലോ, മുട്ടയുടെ യോക്കും മൈദയും കൂടെയുള്ള ഇത് പാലും കൂടെയാണ് മിക്സ് ചെയ്യുന്നത്. ആ ഒരു മാവിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ കാരമലൈസ് ചെയ്ത ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് ഇടുന്നുണ്ട്. അതായത് നമ്മൾ മറ്റേ ബ്രെഡ് വെക്കുന്നു, ജാം തേക്കുന്നു, ബ്രെഡ് വെക്കുന്നു, ജാം തേക്കുന്നു, ബ്രെഡ് വെക്കുന്നു, ജാം തേക്കുന്നു, ഇതേ സംഗതി അതാണ്. പക്ഷെ ഇത് വേറെ അപ്പൊ നമുക്ക് ഇതൊരു കാര്യമുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് പറയാൻ വേണ്ടി നമ്മളിപ്പോ കുറച്ച് നേരമായി കൈ പിടിച്ചോണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു ഇത് ഇപ്പൊ അൽ തുടങ്ങി. കണ്ടോ, ഇവിടെ ഇത് പാക്ക് ചെയ്യുന്ന പോലും 2 സൈഡിൽ തെർമോക്കോളൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ ആ തണുപ്പോടുകൂടെയൊക്കെ എടുത്താലേ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ലെയർ ലെയർ ആയിട്ട്. അല്ലെങ്കിൽ അതിന്റെ പരിപാടികളൊക്കെ തകിടം പറയും. കണ്ടാ നല്ല തക്കുട് കൂട്ടാൻ അലുവ കഷ്ണം. അപ്പോൾ നമ്മുടെ ബെബിൻക എന്നുള്ളത് ഇവിടുന്ന് നാട്ടിൽ കൊണ്ടേ കൊടുക്കുക എന്നുള്ള വിചാരം നടപടി ആവില്ല. അത് ആദ്യമേ തന്നെ പറയാം. ഇവിടെ വന്ന് നിങ്ങളിതൊക്കെ കഴിച്ചോ, ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞല്ലോ. മെയിനായിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്താ പറയുക, ഉണ്ടാക്കി നേരെ ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കേണ്ട ഒരു ഐറ്റമാണ്. അതങ്ങനെ എടുത്തിട്ട് തണുപ്പോട് കൂടെ എടുത്ത് കഴിക്കണം. ഇതിന്റെ പാക്കിംഗ് പോലും അങ്ങനെയാണ്, ഫുൾ തെർമോക്കോൾ 2 സൈഡിൽ വെച്ചിട്ട്. അത് ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതല്ലെങ്കിൽ ആ ലെയറൊക്കെ പോവും, കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പൊ അത് കാരണം ഇവിടെ നിന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ, അതിൽ പിന്നെ അങ്ങനെ പാക്ക് ചെയ്തൊക്കെ എത്തിക്കാൻ പറ്റുമെങ്കിൽ തെർമോക്കോൾ ബോക്സിലൊക്കെ വെച്ച് ഐസ് സെറ്റാക്കി കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോ, ഞാൻ വേണമെന്നൊന്നും പറയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാം. കട്ടയട്ടെ പാക്ക് ഇവിടുന്ന് വിടി. ഭയങ്കര എയർ ടൈറ്റ് ആയിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. എയർ ടൈറ്റ് ആയിട്ടല്ല, എയർ കളഞ്ഞിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കില്ല, അങ്ങനെ എന്തൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. എന്താ പറയുന്നത്? ഓ, കാരമലൊക്കെ ഇങ്ങനെ മെൽറ്റായി ഒഴുകുന്നു ഗൈസ്, ഒഴുകുന്നു. പിടിക്കും. വരൂ വരൂ. യാ, നൈസായിട്ട് ഒരു ലെയർ ചാടിപ്പോയിരിക്കുന്നു ഗൈസ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? 2, 3, 4, 5, 6, 7, 8, 9, 10. കഴിക്കുമ്പോഴേ കഴുകി നാവിൽ വെച്ച് അലിയിച്ച് കഴിക്കണം. മതിയാവും. ആഹാ ആഹാ. നമ്മുടെ ഹലുവ കഴിക്കുന്ന പക്ഷെ അതിലും ഭയങ്കര സോഫ്റ്റാ. പിന്നെ ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ കുറച്ചൊരു ഹാർഡ് വൈനൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അധികം സ്വീറ്റ് ഇല്ലാത്ത വൈനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നൈസായിരിക്കും. ഞാനെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും എല്ലാവർക്കും ഈ സംഭവങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നൈസായിട്ട് ഒന്നില്ലേ നമ്മളിവിടെ സെറ്റിൽ ആകുമ്പോഴത്തേക്കും ഈ പരിപാടി ഞാനും സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നാട്ടിൽ പോയിട്ട് ഇതൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു പീസ് പ്ലസ് എന്താ പറയുക, സ്വീറ്റ് അല്ലാത്ത വൈനുണ്ടല്ലോ, അത് ഇച്ചിരി കേട്ടോ, അധികമൊന്നുമല്ല, അങ്ങനെ കഴിക്കുന്ന രീതിയിൽ ഒരു കോംബോ സെറ്റ് ചെയ്ത് നമ്മൾ പൊളിക്കും. ഇതൊന്നും ശരിയല്ല, പ്ലേറ്റ് അറിയാതെ നീങ്ങി പോകുന്നു, കത്തിയൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഓർക്കുക, ബെബിൻക ഇവിടെ വന്നിട്ട് എന്തായാലും വാങ്ങിച്ചു കഴിക്കണം. പ്ലേറ്റ് നീങ്ങി പോകുന്നുണ്ടോ, ഇത് ശരിയാവൂല. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു.